നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുമ്പോൾ അൽ നസർ പുതിയൊരു വിദേശ താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരുടെ സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്ന പക്ഷേ രജിസ്റ്റർ ചെയ്യാതിരുന്ന ഒരു സൂപ്പർ താരത്തെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അൽ നസറിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ മാറ്റം വന്നിരിക്കുന്നു. സെക്കോ ഫൊഫാന ഇപ്പോൾ പുറത്തേക്ക് പോയി. അദ്ദേഹം അൽ ഇത്തിഫാക്കിലേക്ക് ലോണിൽ പോയിരിക്കുകയാണ്. അതുപോലെ ലോണിൽ ഒരു വിദേശ താരത്തെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അസീസ് ബെഹിച്ച്, ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള താരമാണ്. അദ്ദേഹം ലെഫ്റ്റ് ബാക്കാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള അസീസ് ബെഹിച്ചിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഓസ്ട്രേലിയൻ ക്ലബ്ബായിട്ടുള്ള മെൽബൺ സിറ്റിയിൽ നിന്നാണ് 33-കാരനായിട്ടുള്ള താരത്തെ എത്തിച്ചിരിക്കുന്നത്. ലോണിലാണ് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. സീസൺ അവസാനം വരെയായിരിക്കും ടീമിനോടൊപ്പം ഉണ്ടാവുക എന്ന് അൽ നസർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഡേവിഡ് ഓസ്പിനയെ ഇപ്പോൾ വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ടീമിനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് ഡേവിഡ് ഓസ്പിന. പക്ഷേ അദ്ദേഹത്തെ ഈ സീസണിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പരിക്കൊക്കെ മാറി അദ്ദേഹം ഇപ്പോൾ വളരെ മികച്ച രൂപത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അൽ നസറിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ അതുകൊണ്ട് തന്നെ മാറ്റമുണ്ട്. ഫൊഫാന പുറത്തേക്ക്, ഓസ്പിന അതുപോലെ ബെഹിച്ച് എന്നിവർ ഇപ്പം അവരുടെ ടീം ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോഴുള്ള അൽ നസറിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ് നോക്കാം. ഡേവിഡ് ഓസ്പിന, അലക്സ് ടെല്ലസ്, അസീസ് ബെഹിച്ച്, ഐമറിക് ലാപ്പോർട്ട്, ബ്രസോവിച്ച്, ഒറ്റാവിയോ, ആൻഡേഴ്സൺ ടാലിസ്ക, സാദിയോ മാനെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് ഇപ്പോൾ അൽ നസറിൻ്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റ്. അതോടൊപ്പം അടുത്ത മത്സരം അൽ നസറിന് ഇന്റർ മയാമിയുമായിട്ടാണല്ലോ. സാദിയോ മാനെ കളിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ സാദിയോ മാനയുടെ ടീം ആഫ്കോണിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യൻ ദേശീയ ടീമിനോടൊപ്പമുള്ള അൽ നസറിൻ്റെ താരങ്ങളുമുണ്ട്. അവരിപ്പം AFC ഏഷ്യൻ കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. എന്നാൽ അടുത്ത മത്സരം കളിക്കാൻ ഈ താരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന സൂചന. പകരം അതിനുശേഷം നടക്കുന്ന അൽ ഹിലാലുമായിട്ടുള്ള മത്സരമുണ്ട്. ആ മത്സരമാകുമ്പോഴേക്കും ആ താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.